ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ലവ്ലി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫുഡിന്റെ മറ്റൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്, ഹെൽത്തി ഐറ്റം ആണ്, വീറ്റ് എഗ് ദോശ. എങ്ങനെ ഗോതമ്പ് മാവിൽ എഗ് ദോശ ഉണ്ടാക്കാം. നമ്മൾ തന്നെ ഗോതമ്പ് മാവിന്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് എഗ് ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അധികം ഒന്നും പറയുന്നില്ല. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ: ഒരു കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് മാവ്, ഒരു ടേബിൾ സ്പൂൺ അരിമാവ് റൈസ് ഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് എടുക്കുന്നത്. കൂടുതൽ ദോശ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട എടുക്കാം. ആ മുട്ട ശരിക്കും ഓംലേറ്റ് അടിക്കാനുള്ള സാധനങ്ങളാണ്. അതിലേക്ക് വേണ്ട സവോള, ഇതൊരു 1/2 സവോള അരിഞ്ഞെടുത്താണ് ഞാൻ. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഒരു കപ്പ് വീറ്റ് ഫ്ലോർ നമ്മൾ അതിലേക്ക് ഇട്ടു. 1 സ്പൂൺ അരിപ്പൊടി അതിനകത്തേക്ക് ഇടുക. പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് ചേർത്ത് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായൊന്ന് മിക്സ് ആയതിനു ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് ദോശമാവ് പോലെ ആക്കിയിടുക. ഇതാണ് പാകം. നമ്മൾ നല്ല ദോശമാവ് പോലെ കറക്റ്റ് പാകത്തിന് വരും. ഇതാണ് പാകം, കറക്റ്റാണ്. അടുത്ത മുട്ട അടിക്കാം. കപ്പിലേക്ക് ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും, അതുപോലെ തേങ്ങ ഞാൻ അതുപോലെ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു മുട്ടയാണ് എടുക്കുന്നത്, അധികം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ തേങ്ങയും. മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. മുട്ട അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്യാൻ തോന്നിയെങ്കിൽ അല്പം വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഒരു പ്രശ്നമില്ല. ഒരുപാട് കട്ടിയായി തോന്നുമെങ്കിൽ ഒരു മുട്ടയായിട്ട് പിന്നീട് വീണ്ടും ഒഴിക്കേണ്ട. കുറച്ച് വെള്ളം കുറച്ചേ ഒഴിക്കാവൂ, ഒരുപാട് ഒഴിക്കരുത്. മുട്ടയിലേക്ക് ഒരല്പം ഉപ്പിട്ട് ഇളക്കിയേക്കുക. ഓക്കെ, രണ്ടും റെഡി ആയിട്ടുണ്ട്. നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. കല്ല് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒഴിക്കുകയാണ്. ദോശ ജസ്റ്റ് ഒന്ന് അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളി ഇതിനകത്ത് ഇടാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഞെക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അത് പോകും. ഉള്ളി ഇളകി പോവാതെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് മുട്ട അതിനകത്തോട്ട് ഒഴിക്കാം.
ജസ്റ്റ് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ഒരു സ്പൂൺ ഒന്ന് ഒഴിച്ച് മസാല പോലെ ഇരിക്കുകയാണ്. മുട്ട കുറച്ച് കട്ടിക്കായിരിക്കുന്നത്, അതൊന്ന് അതിനകത്തോട്ട് ഒഴിക്കാം. മുട്ട ഒരുപാട് ലൂസാക്കി എടുക്കരുത്, അപ്പോൾ നമുക്ക് മറിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ദോശ ചൂടാവുന്ന ചൂടിൽ തന്നെ ശരിക്കും മുട്ട അതിലേക്കൊന്ന് പിടിക്കും. ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിടാം. ഓക്കെ, അതായിട്ടുണ്ട്. മറിച്ചിട്ടേക്കാം. ഓക്കെ, നമ്മുടെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട് എഗ് ദോശ? അടിപൊളിയല്ലേ? കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ നാല് ദോശയ്ക്കുള്ള കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണം. നമ്മൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ഇനിയിപ്പോൾ കറിയൊന്നും ആവശ്യമില്ല. കുട്ടികളൊക്കെ ശരിക്കും എന്ത് ചെയ്യത്തില്ല, ദോശ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന കറി വേണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. അപ്പം നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, മുട്ട ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ട് ഒരു കാര്യമുള്ളൂ, നല്ലപോലെ വേകണം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ഗോതമ്പാണ്. അപ്പോൾ നല്ലപോലെ ആയതിനു ശേഷം മുട്ട ഒഴിച്ചാൽ മതി മേളിൽ. പിന്നെ മറിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഗോതമ്പ് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ടും തെറ്റില്ല. എന്തായാലും മുഴുവൻ കുക്കിങ്ങും നിങ്ങൾ ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് നല്ലത്. സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല ടേസ്റ്റിൽ കിട്ടും. ഞാനിപ്പോൾ എടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ലൈക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. തുടർന്നും ഇതുപോലുള്ള നല്ല ഫുഡ് ഐറ്റംസോ നല്ല ക്രാഫ്റ്റ് ഐറ്റംസോ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ, നല്ലൊരു ഫുഡ് ഐറ്റം ആയിട്ട് ഞാൻ അടുത്തൊരു നല്ല എപ്പിസോഡിൽ വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ, നിങ്ങളുടെ സ്വന്തം അമ്പു.